നിയമം ഞങ്ങൾ പാലിക്കും. കാക്കിക്കുള്ളിൽ മാർക്സിസ്റ്റെങ്കിൽ കാക്കിക്കുള്ളിൽ മാർക്സിസ്റ്റെങ്കിൽ കാക്കിക്കുള്ളിൽ മാർക്സിസ്റ്റെങ്കിൽ കാക്കിക്കുള്ളിൽ മാർക്സിസ്റ്റെങ്കിൽ നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. നിയമം ഞങ്ങൾക്ക് പുല്ലാണ്. പിണറായി വിജയ മൂരാച്ചി. പിണറായി വിജയ മൂരാച്ചി. പിണറായി വിജയ മൂരാച്ചി. പിണറായി വിജയ മൂരാച്ചി. വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ വകുപ്പ് ഭരിക്കാൻ അറിയില്ലെങ്കിൽ രാജിവെച്ച് പുറത്ത് രാജിവെച്ച് പുറത്ത് രാജിവെച്ച്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് VL സുജിത്തിനെ അകാരണമായി മർദ്ദിച്ചതിലും പോലീസ് അതിക്രമങ്ങളിലും പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളുടെ മുന്നിലും KPCC ആഹ്വാനം ചെയ്തിട്ടുള്ള പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായി കോൺഗ്രസ് അയ്യൻകുന്ന് കരിക്കോട്ടക്കരി മണ്ഡലങ്ങളുടെ നേതൃത്വത്തിൽ കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷന് മുൻപിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ DCC സെക്രട്ടറി ജെയ്സൺ കാരക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. മനോജ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യച്ചൻ പൈമ്പള്ളിക്കുന്നിൽ, മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് T മാത്യു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KC ചാക്കോ മാസ്റ്റർ, DCC മെമ്പർ PC ജോസ്, ബിനി വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി ധന്യമോൾ കൊച്ചിയിൽ നിന്നും. കാണുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദീപികയിലും മനോരമയിലും മാതൃഭൂമിയിലും ഒക്കെ പോലീസിന്റെ അതിക്രമങ്ങളുടെ വലിയ പരമ്പരകൾ തന്നെ വരികയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ക്രമസമാധാന നില തകർന്നു എന്നുള്ളതാണ്. ഇവിടെ അക്രമങ്ങൾ ഉണ്ടാകണമെന്നോ കലാപങ്ങൾ ഉണ്ടാകണമെന്നോ അല്ല ക്രമസമാധാന നില തകരണമെന്ന് പറയുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് നിർഭയമായി ജീവിക്കുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്ക് കേരളം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിച്ച് നോക്കുന്നത് 2 വർഷക്കാലം ഇതിന്റെ രേഖകൾ പുറത്തു വരാതെ നിന്നു. ഒരു കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് നേതൃത്വത്തിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് ഒരു മനുഷ്യനെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് രാജ്യത്തെ നിയമഭാഷ തകരുമ്പോൾ ഇവിടെ മുദ്രാവാക്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് പോലീസ് സംവിധാനത്തിനെതിരെയോ അല്ലെങ്കിൽ പോലീസിനെതിരെയുള്ള ഒരു സമരമല്ല. പോലീസ് സേന കാണിക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്യുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതെന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും അച്ചടി മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കാണുകയുണ്ടായി. തൃശൂർ ജില്ലയിലെ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സുജിത്തിന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ നേരിടേണ്ടി വന്ന നിഷ്ഠൂരമായ അക്രമങ്ങളുടെ കാക്കിക്കുള്ളിലെ കാട്ടാളന്മാർ നടത്തിയ ഒരു ചെറുപ്പക്കാരനോട് അദ്ദേഹത്തിന്റെ പേരിൽ നടത്തിയ അതിക്രൂരമായ മർദ്ദനത്തിന്റെ മുറകൾ ഈ ഒരാഴ്ചയായി ദൃശ്യമാധ്യമങ്ങൾ ഓൺ ചെയ്താൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ ആ നീച പ്രവൃത്തി കേരളത്തിൽ വെളിച്ചത്ത് വന്നപ്പോൾ ഇന്നലകളിൽ വരെ ശബ്ദിക്കാതിരുന്ന, പോലീസിനെ പേടിച്ച്, നിയമപാലകരെ പേടിച്ച് പൊതുജനങ്ങളുടെ മുന്നിലും നിയമത്തിന്റെ മുന്നിലും വെളിച്ചത്ത് കൊണ്ടുവരാതിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് കേരളത്തിൽ വെളിച്ചത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്.